24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ തെലങ്കാനയിൽ നമ്മുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ അട്ടിമറി വിജയങ്ങൾ നടക്കുമെന്ന രീതിയിൽ പ്രവചനങ്ങൾ ഇന്ന് വന്നു. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എവിടെയാണ് ഈ നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുകയാണോ? പറയൂ. SKN ഗുഡ് മോർണിംഗ്. SKN തെലങ്കാനയിലല്ല, ആന്ധ്രയിലുണ്ട്, പ്രോപ്പർ ആന്ധ്രാപ്രദേശിലുണ്ട്, വിജയവാഡയിലാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് കൃഷ്ണ നദിയാണ്. SKN ഒരുപക്ഷെ ആന്ധ്രയുടെ ജീവനം തന്നെ ഈ നദിയാണ്. തൊട്ടപ്പുറത്ത് പ്രകാശം പാരേജ് കാണാം. ആ പ്രകാശം പാരേജ് തുറന്നു കഴിയുമ്പോൾ ആ ജലം ഈ ഏതാണ്ട് 100 കിലോമീറ്റർ ഈ സംസ്ഥാനത്തിനകത്തൂടെ ഒഴുകുമെന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ നീന്തൽ പഠിക്കുകയും കയാക്കിംഗ് പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ബോട്ടിലാണ് കയറി പറ്റിയിരിക്കുന്നത്. അത്യാവശ്യം ഒന്ന് ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് വന്നത്. SKN ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി പറയാം. കടുത്ത മത്സരമാണ് ഇത്തവണ ഇവിടെ ഉണ്ടായത്, അതായത് ആന്ധ്രാപ്രദേശിൽ നടന്നിട്ടുള്ളത്. അത് ലോക്സഭയിലാകട്ടെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭയിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ, അതായത് 2019 ഇലക്ഷനിൽ YSR കോൺഗ്രസ് തൂത്തുവാരിയ സംസ്ഥാനമാണ് അത്. ലോക്സഭയിലേക്ക് ആകട്ടെ, ലോക്സഭയിൽ ഏതാണ്ട് 25 സീറ്റുകൾ ഇവിടെയുണ്ട്. ആ 25 സീറ്റുകളിൽ 22 സീറ്റും അത് YSR കോൺഗ്രസ് തൂത്തുവാരിയതാണ്. സമാനമായി തന്നെ ഈ നിയമസഭയിലേക്ക് നടന്ന മത്സരത്തിൽ 175 നിയമസഭാ അസംബ്ലികളാണുള്ളത്. അതിൽ 151 സീറ്റും നേടിയാണ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായത്. ഈ എക്സിറ്റ് പോളുകൾ, കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളിൽ പ്രവചനം ഉള്ളത് ഏതാണ്ട് ഒരു 6 എക്സിറ്റ് പോളുകൾ, ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നതാണ്, 6 എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡി തിരികെ വരും, വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളതാണ് അവർ തന്നെ പ്രവചിക്കുന്നത്. അവർ ഒരു 80 മുതൽ 100, 110 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്നുണ്ട്. അത് പൊതുവെ ഉള്ള ഒരു പ്രവചനം അങ്ങനെയാണ്. പക്ഷേ മറ്റ് 4 എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് TDP സഖ്യം. ഇത്തവണ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് SKN ആന്ധ്രയിൽ. കഴിഞ്ഞ തവണ ഈ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നമായിരുന്നു മത്സരിച്ച്. അവർക്ക് പ്രത്യേകിച്ച് ഒരു അലയൻസ് ഉണ്ടായിരുന്നില്ല. അതിൽ JSPയും CPIയും CPMും ഒപ്പം BSPയും മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഒരു മുന്നണി രൂപീകരിച്ചത്. പക്ഷേ ആ മുന്നണി വിജയം കണ്ടില്ല ജഗൻമോഹനെതിരെ. TDP സ്വന്തം നിലയ്ക്ക് മത്സരിച്ചു. TDP ആകെ നേടിയത് 23 സീറ്റുകളാണ് കഴിഞ്ഞ തവണ. 151 സീറ്റുകൾ YSR കോൺഗ്രസ് നേടി അധികാരത്തിൽ വരികയും ചെയ്തു. ഇത്തവണ പക്ഷേ ആ കളമൊന്ന് മാറ്റി പിടിക്കുകയാണ് TDP, പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു. കാരണം ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ചന്ദ്രബാബു നായിഡു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രബാബു നായിഡു BJPയുമായി അലയൻസ് ഉണ്ട്. ഒപ്പം പവർ സ്റ്റാർ, ആന്ധ്രാപ്രദേശിലെ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും ചന്ദ്രബാബു നായിഡു ഇത്തവണ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. ആ മുന്നണി അത്യാവശ്യം മുന്നേറ്റം ഉണ്ടാക്കും എന്ന് 4 എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ഒരു അഭിപ്രായം, ഞാൻ പൊതുവിൽ കുറച്ച് ആളുകളോട് നമ്മൾ സംസാരിച്ചു, ആളുകളുടെ കുറച്ച് അഭിപ്രായം, അവർ പറയുന്നത് ജഗൻമോഹൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മൈനോറിറ്റി ആളുകളാണ്, താഴേക്കിടയിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കൂടുതൽ ജഗൻമോഹനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN YSR കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു അപ്പർ ക്ലാസ്, അതിന് മുകളിലേക്കൊക്കെ ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് TDPയെയും അല്ലെങ്കിൽ അവരുടെ മുന്നണിയുമാണ്. ചന്ദ്രബാബു നായിഡു തിരികെ വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിലാണ് ഇവിടുത്തെ ഒരു വോട്ട് ഷെയർ നടന്നതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും കടുത്ത മത്സരമാണ് ആന്ധ്രയിൽ നടന്നിട്ടുള്ളത്. ആ മത്സരത്തിന്റെ ഫലം ഈ പറഞ്ഞതുപോലെ ജൂൺ 4 അറിയാം. അത് ലോക്സഭയിലേത് മാത്രമല്ല, ഈ നിയമസഭയിലേത് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് SKN. ജഗൻമോഹന്റെ സഹോദരി, അതായത് രാജശേഖർ റെഡ്ഡിയുടെ മകൾ കൂടിയായ YS ശർമിള ഇത്തവണ ഇന്ത്യ മുന്നണി കൂടി രൂപീകരിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. അത് കടപ്പയിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കുടുംബ മണ്ഡലമായി വേണമെങ്കിൽ YSR കുടുംബത്തിന്റെ മണ്ഡലമായി തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് കടപ്പ മണ്ഡലം. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി ശർമിള ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് YS ശർമിള വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകില്ല, അവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. എന്താണെങ്കിലും കടുത്ത മത്സരം അവിടെ. ഈ രാഷ്ട്രീയത്തിനപ്പുറം ചില കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയമില്ലാത്ത ആ നദിയുടെ കാര്യം കൂടെ പറയും. അവിടെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ നടക്കുന്നല്ലോ, ആൾക്കാരുടെ വള്ളം തൊഴിലിനപ്പുറം. അപ്പോൾ കൃഷ്ണാനദിയുടെ ഭംഗി കൂടി പ്രേക്ഷകരോട് പറയും. SKN തീർച്ചയായും അതിനാണ് സത്യത്തിൽ ഈ വള്ളത്തിനകത്ത്, ഈ ബോട്ടിനകത്ത് കയറിയത് അതിനാണ്. ഞങ്ങൾ ഈ കരയിലേക്ക് വന്ന് നിന്നതായിരുന്നു, ഒരു ലൈവ് നൽകാം എന്ന് വിചാരിച്ച് വന്ന് നിന്നതായിരുന്നു. ഈ കുട്ടികൾ തന്നെ ക്ഷണിച്ചവർ പറഞ്ഞു ബോട്ടിലേക്ക് വരൂ, ഈ നദിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ്. SKN നോക്കൂ, ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ അഭിലാഷ് തൊടുവൻ കൂടെ അത് പാൻ ചെയ്ത് കാണിക്കും.
ഒന്ന് മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല കുട്ടികൾ, അത് ഇവർ ചില്ലറക്കാരല്ല എസ്കൻ, എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ അവരിവിടുത്തെ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ്. അതായത് അവരിവിടുത്തെ സംസ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. അത് ഈ തുഴച്ചിലിനും കയാക്കിങ്ങിനും ഒക്കെയായി മത്സരിക്കുന്നവരാണ്. അവരുടെ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ രാവിലെ തന്നെ വലിയ ആവശ്യത്തോടു കൂടി എത്തുന്നു, തുഴയുന്നു. തൊട്ട് പുറകിൽ കാണാം പ്രകാശം ബാരേജ് കാണാം. ഏതാണ്ട് 1 കിലോമീറ്ററും 1.7 കിലോമീറ്റർ ദൂരമാണ് ആ പ്രകാശം ബാരേജ് തന്നെയുള്ളത്. ആ ബാരേജ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണാ നദിയിലെ ഈ ജലം അത് അതിനുള്ളിലേക്ക് പോകും, അതായത് ആന്ധ്രയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ആന്ധ്രയുടെ വിവിധ ഇടങ്ങളിലേക്ക് അത് ഒഴുകി പരക്കും എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അത് ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുക. അതായത് ബേ ഓഫ് ബംഗാളിലാണ് ഈ കൃഷ്ണാ നദി ചേരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഈ വിജയവാഡയുടെ അവിടുത്തെ ഫ്ലൈ ഓവർ മറ്റുമൊക്കെ കാണാം. വലിയ ഭൂപ്രകൃതി കാണാം. ഒരു ദുർഗാ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയുണ്ട്, അതും മനോഹരമാണ്. അത്തരത്തിൽ രാവിലെ ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്കും ജീവിത തിരക്കിലേക്കും ഒക്കെ കടന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇവിടെ. ആ ഒരു തിരക്കിനിടയിലാണ് നമ്മളിവിടെ എത്തിപ്പെട്ടതും ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണിക്കാനായത്. എസ്കെ നോക്കൂ, സുന്ദരമാണ്, മനോഹരമായിരിക്കുന്നു. കുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ബോട്ടിൽ കുട്ടികൾ ഞങ്ങളുടെ ഈ വള്ളത്തിനൊപ്പം തന്നെ തുഴഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. സ്കാൻ എന്താണെങ്കിലും അത് വളരെ സുന്ദരമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. ആ ബാരേജ് തുറക്കുന്നത് അത് ഈ കൃഷി ആവശ്യം, അതായത് വേനൽഘട്ടമൊക്കെ എത്തുമ്പോഴായിരിക്കും ആ ബാരേജ് തുറക്കുക എന്നാണ് സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത്. സ്കാൻ എന്താണെങ്കിലും ആ ബാരേജാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രകാശം ബാരേജ് എന്നാണ് ആ ബാരേജിന്റെ പേര്. ഓക്കെ, താങ്ക് യു. വിജയവാഡയിലെ കൃഷ്ണാ നദിയിൽ നിന്നാണ് നമുക്കപ്പം അലക്സറ മുഹമ്മദ് ചേർന്നിരിക്കുന്നത്. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും താല്പര്യമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പ്രതിനിധികൾ നേരിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അവിടെ നടക്കുന്ന ആഘോഷങ്ങളും ആഹ്ലാദ കാര്യങ്ങളും മറ്റുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഒക്കെ പരിശോധിക്കാൻ ഇവർ നമുക്കൊപ്പം ചേരുന്നുണ്ട് 4-ാം തീയതി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.